വലിയ കട്ട സ്പെയിൻ ഫാനാണ്. സുജി പട്ടാമ്പി. സുജി പട്ടാമ്പി സംസാരിച്ച ബ്രസീൽ ഫാൻസിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. അങ്ങനെ ഫൈനൽ വിസിലിന് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ എന്നോട് ആര് ജയിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്പെയിൻ കപ്പടിക്കുമെന്ന് പറയും. കാരണം ഞാനൊരു സ്പെയിൻ ആരാധകനാണ്. പക്ഷേ എൻ്റെ കൂടെ കുറച്ച് തൃശ്ശൂരിലെ ആരാധകരുണ്ട്, ഫുട്ബോൾ ആരാധകരുണ്ട്. കുറച്ച് പേര് അർജന്റീന ഫാൻസാണ്, ഒരാൾ സ്പെയിൻ്റെ ഒരാളുണ്ട്. ചേട്ടാ, എന്താണ് ഒരു അവസ്ഥ? കേരളത്തിലെ വി ഡി സതീശൻ തരംഗമാണല്ലോ ഈ പ്രാവശ്യം ഭരണം ഏറ്റെടുത്തത്. അതേപോലെയാണ് ഇപ്പോൾ ഈ പ്രാവശ്യം മെസ്സി തരംഗം എന്ന് പറഞ്ഞാൽ എല്ലാവരും മെസ്സി എന്നുള്ള കൺസെപ്റ്റാണ്. ഈ പ്രാവശ്യം അർജന്റീന തീരുമാനമാണ്. സ്പെയിൻ്റെ കാര്യമായിട്ട് കാര്യമൊന്നുമില്ല. അത് എന്തായാലും 100% അർജന്റീന കപ്പെടും. മെസ്സിനെ കപ്പുണ്ടോ? 100%. അത് യാതൊരു തർക്കമില്ല. അത് തൃശ്ശൂർ വളരെ സപ്പോർട്ടാണ്, കേരളത്തിലെ എല്ലാവരും സപ്പോർട്ടാണ്. ഞങ്ങളുടെ പ്രസിഡന്റ് കമ്മിറ്റി എല്ലാവരും ഭയങ്കര ഉഷാറിലാണ്. എല്ലാവരും ഈ അക്വറ്റിക്സ് ക്ലബ്ബ് ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. അർജന്റീന എന്താ സംശയം? അർജന്റീന എന്തായാലും 100% ജയിക്കുന്നത് ഞങ്ങൾ ഉറപ്പാണ്. ഞങ്ങൾ ഫുൾ സപ്പോർട്ട് അർജന്റീനയ്ക്കാണ്. സ്പെയിൻ നല്ല കളി, നല്ല ഫോമിലാണ്. ഇതുവരെ ഒരു ഗോളേ മേടിച്ചിട്ടുള്ളൂ. അർജന്റീന നമ്മുടെ ക്ലബിന് വേണ്ടി സപ്പോർട്ട് ചെയ്യും. എല്ലാ കാര്യങ്ങളും വാമോസ് അർജന്റീന ഒരു 3 ഗോൾ അടിക്കും, സ്പെയിൻ ഒരെണ്ണം അടിക്കും. മെസ്സി ഹാട്രിക് അടിച്ചിട്ട് ഗോൾഡൻ ബൂട്ട് കിട്ടുന്നതാണ് എന്റെ ആഗ്രഹം. മെസ്സി ഹാട്രിക് അടിക്കും, അർജന്റീന ജയിക്കും. സാധാരണ സ്പെയിൻ ആരാധകർ മൊത്തത്തിൽ കുറവാണ്. ഇതാ ഒരു ചേട്ടൻ ഇപ്പൊ സ്പെയിൻ ആരാധകർ കുറവാണെങ്കിലും അർജന്റീന പൊളിച്ചടക്കും ഞങ്ങൾ ഈ പ്രാവശ്യം, സംശയമില്ല. എങ്ങനെ നമ്മൾ പൊളിച്ചടക്കാൻ പോകുന്നത്? അതിപ്പം യാമിലിന്റെ കളി കണ്ടാൽ അറിയാലോ നിങ്ങൾക്ക്. എത്രയായാലും മെസ്സിനെ പൊളിച്ചടക്കി അവസാനിപ്പിക്കുന്നു ഞങ്ങള്. എത്ര ഗോൾ അടിക്കും? ഞങ്ങൾ 3 ഗോൾ അടിക്കും. നമ്മൾ 3 ഗോൾ അടിക്കും. 3-1. യമാല് 1 ഗോൾ അടിക്കും. ഈ പ്രാവശ്യം സ്പെയിൻ തന്നെ കൊണ്ടുപോകും. നീലും വെള്ള കളറിന്റെ ഇത് ഡ്രസ്സിന്റെ നിർത്തോട് കഴിയും. എന്തായാലും നടക്കാത്ത സ്വപ്നമാണ്. എന്തായാലും നമുക്ക് ലൈവ് കാണാവുന്ന കാര്യമാണ്. ഞങ്ങൾ ഭയങ്കര തൃശ്ശൂർ ഭയങ്കര ആവേശത്തിലാണ്. തൃശ്ശൂർ മാത്രമല്ല, ഓൾ കേരള അക്വറ്റിക്സ് ക്ലബ്ബ് ഭയങ്കര എല്ലാവരും ഫുൾ ആവേശം. ഇന്ന് രാത്രി വലിയൊരു പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത്. ഇതിൽ 2 പേര് നമ്മുടെ ഈ ലോകകപ്പ് കണ്ടിട്ട് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയാണ് അവർ നാട്ടിലെത്തിയത്. ഏതൊക്കെ മത്സരമാണ് കണ്ടത്? നാളെ പുലർച്ചെ നടക്കുന്ന വേൾഡ് കപ്പ് ഫൈനൽ നടക്കുന്ന അതേ സ്റ്റേഡിയത്തിലാണ് ഞങ്ങൾ ബ്രസീൽ ആൻഡ് മൊറോക്കോ നടന്ന ഫസ്റ്റ് ഇന്ന് നടക്കാൻ പോകുന്ന വേൾഡ് കപ്പ് ഫൈനൽ ഗ്രൗണ്ട് കാണാൻ പറ്റുന്ന ഞങ്ങൾക്ക് വലിയൊരു ഭാഗ്യമാണ്. 86 മറഡോണ കൈകൊണ്ട് ഗോളടിച്ച ആ മെക്സിക്കോയിലുള്ള ആ സെയിം സ്റ്റേഡിയം ഞങ്ങൾക്ക് കാണാൻ പറ്റി. മെക്സിക്കോ നമ്മൾ സ്വീകരിക്കായിരുന്നു. അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ നമ്മളെ കളി കാണാൻ നമ്മുടെ 2 കിലോമീറ്റർ അവരുടേതായ കലാപരിപാടികളൊക്കെ നമ്മൾ സ്വീകരിക്കായിരുന്നു. അമേരിക്കയിലെ അവർ നിങ്ങൾ വേണമെങ്കിൽ വന്ന് കളി കണ്ടു പോക്കോ എന്നുള്ളൊരു കൺസെപ്റ്റാണ്. തൃശ്ശൂർ പൂരം കാണാൻ പോയ എല്ലാവരും ഒരേപോലെ ഓളിട്ടാത്ത അവസ്ഥ, ആ ഒരേപോലെ ഓളിട്ടാത്ത അവസ്ഥ അതൊരു വേറൊരു വൈബാണ്, വലിയൊരു സംഭവമാണ്. ഫസ്റ്റ് കളി ന്യൂജേഴ്സിയിൽ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ, ഇന്നിപ്പോൾ ഫൈനൽ നടക്കുന്ന മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ അർജന്റീനയുടെ 8ാം കളി കണ്ട് ഹാട്രിക് അടിച്ചത്. ഗ്രൗണ്ട് ഭയങ്കര ആംബിയൻസ് ആണ്, നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ആംബിയൻസ് ആണ്. ഇപ്പൊ 2 പേരും കൂടി എത്തിയിട്ടുണ്ട്. 2 വനിതകളാണ്. എന്താണ് ഇത്തവണ ആര് കപ്പടിക്കും? മെസ്സി. അർജന്റീന ഉറപ്പാണ്. മെസ്സി ഉണ്ടല്ലോ, പിന്നെ എന്താണ്? ഇഷ്ടല്ലേ? ഇഷ്ടമാണ്, പക്ഷെ മെസ്സിയാണ് കപ്പടിക്കുള്ളൂ. ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു, മെസ്സി അടിക്കും. ഉറപ്പാണ്. മെസ്സിക്ക് 2ാമതൊരു വേൾഡ് കപ്പ് കിട്ടും. എത്ര ഗോൾ അടിക്കും? ഒരു 3-4. ഓപ്പോസിറ്റ് എത്ര അടിക്കണോ അതിൽ 1 കൂടുതൽ അടിക്കും. മറ്റുള്ള സ്ഥലങ്ങളിലെ പോലെ തന്നെ തൃശ്ശൂരിലെ ആളുകളും ആവേശത്തിലാണ്. സുജി പട്ടാമ്പി, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.